എടി ഞങ്ങൾ എല്ലാവരും കൂടി ട്രിപ്പ് പോകുന്നു. നിന്റെ കാറൊന്ന് തരാവോ? ഇല്ല എടി, വണ്ടി തരാൻ പറ്റത്തില്ല എടി എനിക്ക്. എടി എൻ്റെ ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് എല്ലാവർക്കും അതിൻ്റെ ഒരു വർക്കിംഗ് കിട്ടണമെന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെല്ലാവരും കൂടെ ആരോ എൻ്റെ കാർ എടുത്തുകൊണ്ട് പോയിട്ട് അതിന് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു. പിന്നെ ബാറ്ററി ഇഷ്യൂസ്, ഇതുവരെ വരാത്ത ബാറ്ററി ഇഷ്യൂസ് വന്നു അതിന്. പിന്നെ അതിൻ്റെ AC എന്തോ അടിച്ചു പോയി. എനിക്കറിയില്ല നിങ്ങൾ കാറിൽ എന്തുവാ ചെയ്തതെന്ന്. എൻ്റെ AC അടിച്ചു പോയി. അതിൻ്റെ കാറ് ആ കാറിൻ്റെ വീല് തേഞ്ഞത് എങ്ങനെയാണെന്ന് എനിക്ക് പോലും അറിയില്ല. പക്ഷെ ആകെ ഇത്ര നാൾ 2 കൊല്ലം ഓടിച്ചിട്ട് ആ കാറ് ടയർ തേഞ്ഞിട്ടില്ല. നിങ്ങൾ കൊണ്ടുപോയ അടുത്ത ദിവസം ഞാൻ നോക്കുമ്പോൾ കാറിൻ്റെ ടയർ തേഞ്ഞിരിക്കുന്നു. എനിക്ക് എന്നിട്ട് മൊത്തം എനിക്ക് നല്ല രീതിയിലൊരു എമൗണ്ട് ചിലവായി അതിൻ്റെ ടയർ മാറ്റാൻ, പിന്നെ ഫുള്ള് സർവീസിങ്ങിന് കൊടുത്ത്. കാറ് ഇനി നിങ്ങൾക്ക് തരുന്ന പരിപാടിയില്ല. അപ്പോൾ എൻ്റെ അടുത്തുനിന്ന് കാറ് പ്രതീക്ഷിക്കാൻ വേണ്ട. ഓക്കെ. നീ ഭയങ്കര സെൽഫിഷായി ഈ ഇടക്ക്. ഈ വണ്ടി കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് അതിൻ്റെ ഫുൾ എക്സ്പെൻസ് ഞാൻ തന്നെയാണ് ഇത് ചെയ്തത്. നിങ്ങൾക്കൊരു തരി ഇലക്ട്രിസിറ്റി പോലും അടിക്കേണ്ട വന്നില്ല. ഫുൾ ചാർജ് ആക്കിയിട്ടാണ് വണ്ടി തന്നെ നിങ്ങൾക്ക് തന്നത്. തന്നു വിട്ടപ്പോൾ ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യണം എന്നെല്ലാം ഞാൻ പറഞ്ഞത്. എൻ്റെ വണ്ടി ഞാൻ ഒരാൾക്കും കൊടുക്കാറില്ല. നീ പറഞ്ഞുകൊണ്ട് ഞാൻ നിനക്ക് തന്നു. നിനക്ക് ഓടിക്കാൻ വേണ്ടിയാണ് ഞാൻ തന്നത്. പിന്നെ അവിടെ വണ്ടിയിലുള്ള എല്ലാവരും മാറി മാറി ഓടിച്ചു എന്നും ഞാൻ അറിഞ്ഞു. ഇത്രയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഞാൻ നിന്നോട് ഇതൊക്കെ പറയാനോ ചെയ്യാനോ നിന്നിട്ടുണ്ടോ? ഇല്ല. അതെൻ്റെ മര്യാദ. ഇനി എൻ്റെ വണ്ടി ഞാൻ ആർക്കും കൊടുക്കത്തില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. കേട്ടല്ലോ? അതും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട. മീനു അത് പറഞ്ഞ ശരിയായില്ല കേട്ടോ. എൻ്റെ പ്രോപ്പർട്ടി എങ്ങനെ ഉപയോഗിക്കണം, ആർക്കും കൊടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. അത് നീ മനസ്സിലാക്കണം. നിന്റെ കാറ് നീ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരാൾക്ക് പോലും കൊടുത്തില്ലല്ലോ. എന്തുകൊണ്ട്? ആ കാറ് നശിപ്പിക്കുന്ന നിനക്ക് നല്ലോണം അറിയാം. അതുകൊണ്ടാണ് നിന്റെ കാറ് നീ പരിസരത്തോട്ട് പോലും കയറ്റാത്തത്. ആണല്ലോ? അധികം വർത്താനം പറയല്ലേ മോളെ. ഞാനായിട്ട് ഇത് ചെയ്യാൻ വരാതിരുന്നതാണ്. നീയായിട്ട് ചോദിച്ചു വാങ്ങിച്ചതാണ്. എനിക്ക് അത്രേ പറയാനുള്ളൂ.